ഹായ് എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർക്കുള്ള സംശയമാണ്. ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നെഴുന്നേൽക്കുന്നത് കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? വെസ്റ്റേൺ യൂസ് ചെയ്യുന്നത് സേഫ് ആണോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒരു 20 വർഷം പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് ഇന്ത്യൻ ടോയ്ലറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമ്മൾ വെസ്റ്റേൺ ടോയ്ലറ്റാണ് കൂടുതലായിട്ട് വയ്ക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ടോയ്ലറ്റിൽ ആ ഒരു ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹിപ്പിലെ മസിൽസ്, തൈ മസിൽസ്, ലെഗ് മസിൽസ്, അതായത് അടിവയറിൽ നിന്നും താഴേക്ക് പോകുന്ന എല്ലാ മസിൽസും സ്ട്രോങ് ആകാനായിട്ട് ഇത് സഹായിക്കുന്നു. ഈ മസിൽസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി സമയത്ത്, അതായത് വജൈനൽ ഡെലിവറിക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഈ മസിൽസ് സ്ട്രോങ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽപ്പ് ആകുന്നു. സപ്പോസ് നിങ്ങളുടേതൊരു സിസേറിയൻ ഡെലിവറി ആയിക്കഴിഞ്ഞാലും ഈ മസിൽസ് സ്ട്രോങ് ആയിരിക്കുന്നത് കൊണ്ട് വേഗം തന്നെ റിക്കവർ ആകാൻ ഈ മസിൽസ് സഹായിക്കും. ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം വളരെ കുറവായിരിക്കും. അതിനുള്ള കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഹിപ്പ് മസിൽസ് അതുപോലെ ഇൻറ്റസ്റ്റൈൻ റിലാക്സ് ആയി മോഷൻ പോകുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം വളരെ കുറവായിരിക്കും. ഗർഭകാലത്ത് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൈൽസ്, ഹെമറോയിഡ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കാനും ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കുറവാണ്. ഇനി ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ആർക്കൊക്കെ സേഫ് ആണെന്നും ആരൊക്കെയാണ് ഈ സമയത്ത് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്നും നോക്കാം. നിങ്ങളുടെ ഡോക്ടർ പറയുകയാണ് വയറിൻ്റെ അടിഭാഗത്ത് കൂടുതലായിട്ട് പ്രഷർ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഷോർട്ട് സെർവിക്സ് ആണ്, സെർവിക്സ് വീക്കായിട്ടാണ് ഇരിക്കുന്നത്, പ്രീടേൺ ഡെലിവറി നടക്കാനുള്ള ചാൻസ് ഉണ്ട്, പ്ലാസൻ്റ പ്രീവിയാണ്, സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, ഇതുപോലെയുള്ള സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ടോയ്ലറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ബാത്റൂം യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വായു സഞ്ചാരം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ വെളിച്ചവും ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആയിരിക്കണം. ഇനി ഗർഭിണികൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് 2 ദിവസം കൂടുമ്പോഴെങ്കിലും ടോയ്ലറ്റ് നിങ്ങൾ ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ കയ്യെത്തും ദൂരത്ത് മഗ്, ബക്കറ്റ്, വെള്ളം എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇരിക്കുന്ന സമയത്ത് ബാക്ക് പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊന്ന് ചരിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബാലൻസ് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഫ്ലോർ നനവുണ്ടോ എന്ന് നോക്കുക. നനവുണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം പോവുക. ഇനി കൂടുതലായിട്ട് നനവുണ്ട് അല്ലെങ്കിൽ സ്ലിപ്പാകുന്ന പോർഷനൊക്കെ ആണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള സ്ലിപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാത്റൂം യൂസിന് വേണ്ടിയിട്ട് മാത്രം സ്ലിപ്പേഴ്സ് നിങ്ങൾ വെച്ചേക്കുക. അതിനെ നമ്മൾ റൂമിനകത്തൂടെയോ വീടിനകത്തൂടെയോ ഒക്കെ ഇട്ടിട്ട് നടക്കാനായിട്ട് പാടില്ല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. വെസ്റ്റേൺ ടോയ്ലറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വെസ്റ്റേൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്